ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പൊട്ടറ്റോ പാൻ കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം, ഇവ ചേർത്ത് നമുക്ക് നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഇടത്തരം ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 2 ടീസ്പൂൺ, ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയ ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. അത് ചെറുതായി നുറുക്കിയെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോയും മൈദയും ബട്ടറും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ആദ്യമേ കുറച്ച് പൊടി തൂക്കി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് പരത്തിയാൽ മതി. ഇതുപോലെ പരത്തിയ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 സ്പൂൺ വെച്ചാൽ മതി. അതിനുശേഷം ഇത് നന്നായി മടക്കി അതിനെ ഉള്ളിലേക്ക് ആക്കിയ ശേഷം വീണ്ടും പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം.
അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്